നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സത്യം പറ, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോ ഞാനത് വിശ്വസിക്കില്ല. അല്ലെങ്കിൽ തന്നെ നീ വിശ്വസിക്കണം, എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അജേട്ടൻ എന്താ ഇങ്ങനെ? എങ്ങനെ? എടി, നീ മനുഷ്യന് കുറച്ച് മനസ്സമാധാനം തരുമോ? അജേട്ടന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇതുവരെ എല്ലാത്തിനും കൂടെ നിന്നത്. നീ എന്താ കണക്ക് പറയാണ്? പറയേണ്ട കണക്കുകൾ പറയണ്ടേ അജേട്ട? അജേട്ടൻ വീണ്ടും കൂടി തുടങ്ങിയല്ലേ? ആ, പിന്നെ വീട്ടിൽ സ്വസ്ഥതയില്ലാതെ വരുമ്പോ ആരായാലും കുടിച്ചു പോവില്ലേടി. എന്നിട്ട് ഞാൻ എന്താ കുടിക്കാത്ത? അജേട്ടന്റെ അതേ അവസ്ഥയിലല്ലേ ഞാനും? ഞാൻ ആരോടും പരാതിയൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ പരാതി പറയാൻ വരും, എനിക്ക് അതിനുള്ള അർഹതയുണ്ട്. എടി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി നീയാ. ഞാനോ? സംശയം എന്താ? എടി, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തണമെന്നില്ല. അങ്ങനെ കേൾക്കുമ്പോ എന്തോ അതിലൊരു കുഴപ്പം എനിക്ക് തോന്നും. നീ എന്താ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് എന്തെങ്കിലും ആവട്ടെ. അജേട്ടൻ വാ, വന്ന് വേഷം മാറി കിടക്കാൻ നോക്ക്. അത് ശരി, അപ്പൊ നിന്റെ മനസ്സിലിരിപ്പതായിരുന്നല്ലേ? നമുക്ക് കാലത്ത് സംസാരിക്കാം അജേട്ട. എനിക്ക് നിന്നോടൊരു പുല്ലും സംസാരിക്കാനില്ലടി. ഞാൻ എന്ത് തെറ്റ് പറഞ്ഞു? വെറുതെ ഓരോന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? നീ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. തെറ്റൊക്കെ എന്റെ ഭാഗത്താ. ഞാനൊരു നല്ല മനുഷ്യനായിപ്പോയി. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നെങ്കിൽ ഈ ഗതി അവർക്കുണ്ടാവുമായിരുന്നോ? അതെ, ആ സിന്ധു തെറ്റം ചെയ്തിട്ടില്ലല്ലോ ഞാൻ അവളെ കൊന്നത്. അവൾ എന്നോട് ഒരിത്തിരി സ്നേഹം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹ കൂടുതലുണ്ടാ ഞാനത് നിഷേധിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തില് അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്തു. എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. നിന്നോടുള്ള അമിത സ്നേഹം കൊണ്ടായിരുന്നു. ഞാനത് സമ്മതിച്ചല്ലോ. ഓർക്കാൻ പാടില്ലാത്ത കാര്യങ്ങള് ഓർമ്മിപ്പിക്കരുത് എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ആരോർമ്മിപ്പിച്ച്? ഞാനോ? നീയല്ലടി ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞോണ്ട് വന്നത്. സ്വന്തം ഭർത്താവ് മൂക്കറ്റം കുടിച്ച് നെറ്റി മുറിച്ചോണ്ട് വരുമ്പോ എന്താ പറ്റിയെന്ന് ചോദിക്കാൻ പാടില്ലേ? നീ ചോദിച്ചു, ഞാൻ മറുപടിയും തന്നു. അത് അവിടെ കഴിഞ്ഞില്ലേ? പിന്നെ നിനക്കെന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്റെ അജയേട്ടനെയാ, പഴയ അജയേട്ടനെയല്ല. ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കുന്ന ഈ അജയേട്ടനും അല്ല. ഇടക്കാലത്ത് എന്നെ ജീവനെ പോലെ സ്നേഹിച്ച, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച ആ അജയേട്ടനെ. ആ അജയൻ മരിച്ചു. ഇനി ആ അജയൻ ഉയർത്തെണീക്കാനും പോകുന്നില്ല. നീ പോകാൻ നോക്ക്. എങ്ങോട്ടാ പോടി? ഇങ്ങനെ വെറുക്കാൻ ഞാൻ എന്താ ചെയ്ത്? നിങ്ങൾ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ഇപ്പോഴും കൂടെ നിൽക്കുന്നതിനുള്ള പ്രതിഫലമാണോ ഇത്? അയ്യോ, ആര് പറഞ്ഞടി കൂടെ നിൽക്കാൻ? ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങി പോവാൻ. എങ്ങോട്ടാ ഇറങ്ങി പോടി? അജേട്ടാ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോടി. ശാപം.